ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ മധുരവും ചോക്ലേറ്റിന്റെ ഫ്ലേവറും ഒക്കെ ഇഷ്ടമാകുന്ന ഒരാൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കിടിലൻ റെസിപ്പി വേണ്ടാണ് ഇന്ന് ഞാൻ മുമ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്നാ നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ 500 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ബ്ലാക്ക് ബോർബൺ ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബിസ്ക്കറ്റെല്ലാം നമ്മൾ പാക്കറ്റിൽ നിന്നും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇനി അത് മുഴുവൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിരിക്കുന്നു പൊടിച്ചു കൊടുക്കാം. അതായത് ചോക്ലേറ്റും കൂടെ ഉള്ളിലുള്ളതുകൊണ്ട് അരച്ചെടുത്താലും നമ്മൾ പൊടിച്ചെടുത്തെന്ന് പറഞ്ഞാൽ പോലും ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്, അത് മാറ്റിയെടുക്കാം. ഇനി അതിനുശേഷം ഒരു 250 ml ഒരു കപ്പ് പാല് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ബ്ലാക്ക് ബോർബൺ വട്ടയപ്പമാണ് കേട്ടോ, ചോക്ലേറ്റ് ഉള്ളിൽ വെച്ചിട്ടുള്ള വട്ടയപ്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കേക്ക് ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ പ്ലേറ്റിൽ മുഴുവൻ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം, നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ബാറ്റർ നമ്മൾ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, ഒരു പകുതി ഒഴിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പകുതി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ലെവലാക്കി ഒരുപോലെ ആക്കി കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ 20 രൂപയുടെ ഡയറി മിൽക്കാണ് ഇത് കൂട്ട് ഞാൻ പൊട്ടിച്ച് അതിനോട്ട് വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്യാതെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അത് കുറച്ചൊക്കെ ആവിയേറി വേകുമ്പോൾ മെൽറ്റ് ആയിക്കോളും. അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഒഴുകി പ്ലേറ്റിൻ്റെ പുറത്തോടെ എല്ലാം ആയി ആ പടക്കുളമാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മെൽറ്റ് ആക്കാതെ തന്നെ വെച്ച് കൊടുക്കുന്നത്. ഒരു 3 ചോക്ലേറ്റ് ബാർ 20 രൂപയുടെ ഞാൻ വെച്ച് കൊടുക്കുന്നത്. 3 മൊത്തം 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഒടിച്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്യാം. ഇഡ്ഡലി ചെമ്പ് ഞാനൊരു 5 മിനിറ്റ് മുമ്പേ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുത്ത് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോർക്ക് വെച്ച് കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും.